അന്തരിച്ച ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ചേനോത്തിന് വിശ്വാസ സമൂഹത്തിന്റെ അന്ത്യാഞ്ജലി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ കാർമ്മികത്വത്തിൽ കോക്കമംഗലത്ത് സംസ്കാര ശുശ്രൂഷകൾ നടന്നു. എറണാകുളം ലിസി ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന ഭൗതിക ശരീരം ഇന്ന് രാവിലെ 7 മുതൽ 8 വരെ ആശുപത്രി ചാപ്പലിൽ പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക കത്തീഡ്രൽ പള്ളിയിലും ചേർത്തല കോക്കമംഗലത്തുള്ള മാർ ജോസഫ് ചേന്നോത്തിന്റെ വസതിയിലും പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് മാതൃ ഇടവകയായ കോക്കമംഗലം സെന്റ് തോമസ് പള്ളിയിൽ എത്തിച്ചായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ നടത്തിയത്. എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പോലിത്തൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് മനത്തോട് സന്ദേശം നൽകി. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത്, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ശുശ്രൂഷ നടത്തിയത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സമാപന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. സത്യവിശ്വാസത്തോടുകൂടെ മരണം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണമായ പുനരുത്ഥാനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന വന്യപിതാവിന് മഹനീയമായ ഉയർപ്പും അനശ്വരമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇദ്ദേഹം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് മാലാഖമാരുടെയും വിശുദ്ധരുടെയും വസതിയിലേക്ക് ഇദ്ദേഹത്തെ സ്വീകരിക്കണമേ. കോക്കമംഗലം പള്ളിക്കകത്ത് തയ്യാറാക്കിയ പ്രത്യേക കല്ലറയിലായിരുന്നു സംസ്കാരം. ഷക്കീന ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.